ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എവ്ലിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാം. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு பூவே வருக, உன் கையால் இதயம் தொடுக. எந்த இதயம் கொண்டு நீயும் தன் இதயம் தருக. மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும். என் காதல் ஒன்றே மிக உயர்ந்ததடி. அதை வானம் அண்ணாந்து பார்க்கும். நான் தூரத்திரையும் வானம் நீ துப்பட்டாவில் இழுத்தா. என் 25 வயதை ஒரு நொடிக்குள்ளே படி அழைத்தாயோ. അങ്ങനെ ഞങ്ങളുടെ നീണ്ടൊരു ട്രെയിൻ ട്രിപ്പിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗോവയിലാണ്. അവിടെ കോൾബ ബീച്ചിന് സമീപത്തുള്ള ഒരു വേളാങ്കണ്ണി അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫസ്റ്റിന് നോർത്ത് ഗോവ കാണാനായി ഒരു ട്രാവലർ ബുക്ക് ചെയ്ത് അതിലാണ് പോയത്. നമ്മുടെ നോർത്ത് ഗോവയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജിൽ കൂടെ പോകുന്നത്. മനോഹർ സേതു ബ്രിഡ്ജ് അല്ലെങ്കിൽ സുറൈ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര്. ആദ്യം ഞങ്ങൾ പോയ സ്പോട്ട് ഡോൾഫിൻ പോയിന്റ് കാണാനാണ്. കണ്ടോലിം ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡോൾഫിൻ പോയിന്റ് കാണാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് അതിൻ്റെ തീരത്തൊക്കെ ഫോട്ടോകൾ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്പോട്ടുകളൊക്കെ അവർ കാണിച്ചു തരുന്നതായിരിക്കും.
ഡോൾഫിൻ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് അടിപൊളി ഒരു ഗോവൻ താലി കഴിക്കാനാണ്. ഇനി നമുക്ക് കാണാനുള്ള സ്പോട്ടുകൾ. അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. ഞങ്ങൾക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ദാഹമായിരുന്നു. ഗോവൻ താലിക്കൊപ്പം കിട്ടുന്ന ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അതിൻ്റെ കോട്ടിങ് റവ തരി വെച്ചിട്ട് വറുത്തതായിരിക്കും. ഒരു കാണാനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിന് ഒരു കുളിരേകിയ ഒരു കാഴ്ചയായിരുന്നത് 2 നായ്ക്കൾ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കണങ്ങൾ. നല്ല ചൂടല്ലേ, അവയ്ക്കും വേണമല്ലോ ഒരു ആശ്വാസം. എന്തായാലും ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. ബൈ ദ ബൈ, ഞങ്ങൾ കുശാലായിട്ടുള്ള ആ ഒരു ഗോവൻ താലി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ പ്ലേസിലെത്തി. ഇത് ബാഗ ബീച്ചാണ്. ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ബീച്ച് ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇവിടെ എവലിന് കിട്ടിയ ചാൻസ് എവലി മാക്സിമം വിനിയോഗിക്കുന്നുണ്ട്. ഗോവയിൽ എണ്ണിത്തീരാത്ത അത്രയും ബീച്ചുകളുണ്ട്. ഓരോ ബീച്ചിനും ഓരോ മുഖമായിരിക്കും. അതിലൊന്നാണ് അഞ്ജന ബീച്ച്. ഇനി ഞങ്ങൾ പോകുന്നത് അവിടേക്കാണ്. ഈ ഗോവയിൽ കണ്ട ബീച്ചുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, എൻ്റെ മനസ്സിന് കൂടുതൽ കുളിർമ നൽകിയ നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കണ്ട ഒരു ബീച്ചാണ് അഞ്ജന ബീച്ച്. എൻ്റെ ഹൈറ്റിൽ നിന്ന് ആ ബീച്ച് കാണുമ്പോൾ മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷവും റിലാക്സും കുളിർമയും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. മുകളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് പോകണം ബീച്ചിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനായിട്ട്. അഞ്ജന ബീച്ചിൻ്റെ ഒരു പ്രധാന ആകർഷണം കടലിലേക്ക് തള്ളി നിൽക്കുന്ന അസാധാരണമായ പാറക്കൂട്ടങ്ങളാണ്. വെള്ളമണലിലേക്ക് ഇടയ്ക്കിടെയുള്ള കറുത്ത പാറകളും ചില ഭാഗങ്ങളിൽ ചുവന്ന ലാട്രൈറ്റ് പാറകളും കാണാം. നമുക്ക് വീഡിയോയിൽ കൂടുതൽ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. തിരമാലകൾക്ക് ഈ പാറയിൽ വന്നടിക്കുമ്പോൾ കാഴ്ച മനോഹരമാണ്. ഈ പാറകൾ അഞ്ജന ബീച്ചിൻ്റെ തന്നെ ഒരു പ്രത്യേക രൂപഭംഗി നൽകുന്നുണ്ട്. കൂടാതെ ചില സ്ഥലങ്ങളൊക്കെ പവിഴപ്പുറ്റുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളും കാണുന്നുണ്ട്. ഈ പാറക്കെട്ടുകളൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിന് പ്രിയപ്പെട്ട ഇടം തന്നെയാണ്. 1960കളിലും 70കളിലൊക്കെ ഉണ്ടായിരുന്ന ഹിപ്പി സംസ്കാരത്തിൻ്റെ മെയിൻ സെൻറ്റർ ആയിരുന്നു ഈ ബീച്ച്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് വെനസ്ഡേ ഫ്ലീ മാർക്കറ്റ്. ഗോവയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട മറ്റൊരു സംഭവമാണ് ഇതുപോലെ ഗ്രോട്ടോ, മാതാവിൻ്റെ രൂപങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ഗ്രോട്ടോ എല്ലാ വീടിനും മുമ്പിൽ പണിതിട്ടുണ്ടാവും. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ആ വഴിയിലേക്ക് നമ്മൾ പോകുന്ന വഴിയിലേക്ക് യാത്ര വഴിയിലെല്ലാം സൈഡിലെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ക്രിസ്ത്യൻ വീടുകളുടെ മുമ്പിലും ഒരു ഗ്രോട്ടോ ഉണ്ടാവും. ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരു ഗ്രോട്ടോയാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലേ കാണിച്ച മനോഹർ സേതു ബ്രിഡ്ജാണിത്, അല്ലെങ്കിൽ സുരൈ ബ്രിഡ്ജ്. ഗോവയിൽ വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് 2 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് തോന്നിയതാണ്. സൺഹാറ്റും പിന്നെ സൺഗ്ലാസ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു തരി സാധനങ്ങളും കാണാനും പറ്റില്ല. നമ്മൾ പോകുന്ന പ്ലേസിലെല്ലാം നല്ല കട്ട ചൂടായിരിക്കും. ഡേ 1 ആയപ്പോൾ ആഫ്റ്റർനൂൺ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല പോലെ ഹെഡേക്ക് വന്നു. അതുകൊണ്ട് കൂടുതലും വീഡിയോസും ഞാൻ എടുക്കാൻ പോയില്ല. കലങ്കുട്ട ബീച്ച്, ക്രൂസ് ഷിപ്പ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു ഒന്ന്. പിന്നെ ഞങ്ങൾ ഡേ 2ൽ ട്രാവലറിന് പോയില്ല. പകരം ഞങ്ങളൊരു ഇന്നോവ കാർ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേസുകൾ ചൂസ് ചെയ്ത് പോകാം. അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ കുട്ടിക്ക് താല്പര്യമുള്ള പ്ലേസുകളും കളിക്കാൻ പറ്റുന്ന പ്ലേസുകളൊക്കെ നോക്കിയാണ് പോയത്.
ഈ ഒരു പാർക്കിനോട് ചേർന്ന് എന്തോ ഒരു പൈൻ ഫോറസ്റ്റ് ഉള്ള ഒരു ബീച്ച് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി. അതിൻ്റെ ഫുട്ടേജ് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞങ്ങൾ പോയത് ഗോവ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ഒരു പിക്ചറാണ് ഈ ഒരു പള്ളിയുടെ. അവർ ലേഡി ചർച്ച് ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ഈ ഒരു ചർച്ചിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തവിടെ നിൽക്കുമ്പോൾ ചുറ്റും സിറ്റി വൈബാണെങ്കിലും ഇവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ പോയി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാക്സി ചേട്ടൻ പ്രിഫർ ചെയ്തിരുന്ന ഒരു ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ പോയത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിട്ട് കിട്ടുന്ന സ്ഥലം. സൂപ്പും പിന്നെ ഇതുപോലെ ചിക്കൻ, ഫിഷ് ഫ്രൈ, ഗോവൻ താലി എല്ലാം അടിപൊളിയായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലാണ്. ഇത് ഗോവയിൽ എല്ലാവരും കാണാൻ പോകുന്നൊരു വലിയ പള്ളിയാണ്, പഴയ പള്ളി. ഈ പള്ളിയുടെ മെയിൻ പ്ലേസ് ഗോവയിലെ ഓൾഡ് ഗോവയിലാണ്. പണ്ട് പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്ലേസ്. ബോം ജീസസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അർത്ഥം നല്ല ഈശോ, ഉണ്ണിയേശു എന്നൊക്കെയാണ്. ഇത് ഏകദേശം 400 വർഷത്തിലധികം പഴക്കമുള്ള പള്ളിയാണ്. 1594 പണി തുടങ്ങിയിട്ട് 1605 പൂർത്തിയായത്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറിയ ബസിലിക്ക എന്ന പദവി ഈ പള്ളിക്കാണ് കിട്ടിയത്. ഈ പള്ളി ഏറ്റവും പ്രശസ്തമാകാനുള്ള കാരണം ഇവിടെ ഫ്രാൻസിസ് സേവിയറുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചു ഇരിക്കുന്നതാണ്. ഇദ്ദേഹം ഏഷ്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്ന വലിയൊരു മിഷണറിയാണ്. ഗോവക്കാർ ഇദ്ദേഹത്തെ ഗോയൻജോ സാഹിബ് എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ഈ വിശുദ്ധൻ്റെ മൃതദേഹം ഇവിടെ കേടുകൂടാതെ ഒരു വെള്ളിപ്പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാഴ്ച കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ലോകത്തുള്ള ഒട്ടുമിക്ക വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. സാധാരണയായി 10 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ മൃതദേഹം പൊതുജനങ്ങൾക്കായിട്ട് പുറത്തെടുത്ത് പ്രദർശിപ്പിക്കാറുള്ളത്. ബാറോക്ക് എന്ന യൂറോപ്യൻ വാസ്തുകലാ വിദ്യയിലാണ് ഈ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ പുറഭാഗം സിമൻറ്റോ പ്ലാസ്റ്ററോ കൂടാതെ കറുത്ത കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒപ്പം ചരിത്രപരമായ മൂല്യമുണ്ട്. അകത്ത് വളരെ മനോഹരമായിട്ട് സ്വർണം പൂശിയ അൽത്താരയും പഴയകാലത്തെ ചിത്രങ്ങളും കൊത്തുപടികളൊക്കെ ഉണ്ട്. തറയിൽ അമൂല്യമായ കല്ലുകൾ പതിപ്പിച്ച മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ ഒട്ടുമിക്ക കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോൾവ ബീച്ചിന് സമീപമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. വലിയ പാർക്കായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, സ്ലൈഡ്സ് പോലെ. പിന്നെ ക്ലൈംബിങ്ങിൻ്റെ സാധനം ഉണ്ടായിരുന്നു, എക്സോക്സിൻ്റെ സാധനം ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാർക്ക് എനിക്ക് ഇതാണ് പോയിട്ടുള്ളത്. ഗോവയിലെ ബെസ്റ്റ് സ്ഥലമായിരുന്നു ഞാൻ പോയിട്ടുള്ളത്. നമ്മൾക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റുമായിരുന്നു, സൺസെറ്റ് കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു.
മസാല എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? അപ്പച്ചൻ മേടിച്ചു തന്നതാ ഗോവയിലോ. യൂണിക്കോൺ ക്ലിപ്സ് ഉണ്ട്, റെയിൻബോ ക്ലിപ്സ് ഉണ്ട്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் തുള്ളുതടി. അങ്ങനെ ഞങ്ങളുടെ ഗോവയിലെ അവസാനത്തെ ദിവസം എത്തി. അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെയുള്ള ഒരു ചർച്ചിൽ കുർബാന കൂടാനായിട്ട് പോയി. ഗോവൻ ഭാഷയിലായിരുന്നു കുർബാന, എങ്കിലും അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. தூரத்திரையும் வானம் நீ துப்பட்டாவில் இழுத்தார். என் 25 வயதை ஒரு நொடிக்குள்ளே படியடைத்தாயோ. ആ ഡേ ഞങ്ങൾ കൂടുതലും കോൾവ ബീച്ചിൻ്റെ ആ ഏരിയ ആണ് കവർ ചെയ്തത്. അവിടെയുള്ള ഒരു കേരള ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ നിന്ന് ചിക്കൻ നൂഡിൽസും നമ്മുടെ കേരളത്തിൻ്റെ തനത് മട്ടേരി കൂട്ടിയുള്ള നാടൻ മീൻകറി എല്ലാം കൂട്ടിയുള്ള ഒരു അടിപൊളി ഫുഡ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.